രാഹുലിനെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്ക് നേരെ കനത്ത സൈബർ ആക്രമണം. ഇരയുടേത് എന്ന തരത്തിൽ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾ. വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയാണ് രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയുടേത് എന്ന പേരിൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. സൈബർ ആക്രമണത്തിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പരാതിക്കാരിയായി യുവതി. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോഴിതാ ഈ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി പുറത്തു വരുന്ന ഒരു പ്രവൃത്തിയും ആരുടെയും ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ്. അവിടെയാണല്ലോ ഈ പരാതിക്കാരിയുടേത് എന്ന തരത്തിൽ ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നിൽ രാഹുൽ ബ്രിഗേഡ് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? സുപ്രീം കോടതിയുടെ അടക്കം കനത്ത കർശനമായ മാർഗനിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ലൈംഗിക പീഡന പരാതികളിൽ പരാതിയുമായി പോലീസിനെയോ കോടതിയോ സമീപിക്കുന്ന ഇരകളോട് പൊതുസമൂഹം കാണിക്കേണ്ട മാന്യതയും മാധ്യമങ്ങൾ കാണിക്കേണ്ട മാന്യതയും അടക്കം കൃത്യമായി നിഷ്കർഷിച്ചിട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കവെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോലീസിന് പരാതി നൽകിയ, ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയ യുവതിയുടെ ചിത്രങ്ങൾ അവരുടെ ചിത്രങ്ങൾ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൂടെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രചരിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള രാഹുൽ അനുകൂല സൈബർ ഗ്രൂപ്പുകളിലെ സന്ദേശങ്ങൾ അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സന്ദേശങ്ങൾ അന്വേഷണ സംഘത്തിന്റെ കൈവശം ലഭിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് സൈബർ ക്രൈം പോലീസിനെ കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ദ്രുതഗതിയിൽ ഒരു നടപടി ഇത് തടയുന്നതിന് വേണ്ടി ഉണ്ടാകും. ഈ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെ കണ്ടെത്താനുള്ള പരിശോധനയും ആരംഭിച്ചിരിക്കുകയാണ് സൈബർ ക്രൈം പോലീസ്. സൈബർ ഓപ്പറേഷൻസ് SP തന്നെ ഇതിന് മേൽനോട്ടം വഹിക്കുമെന്നാണ് നമുക്ക് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം. അതായത് സമാനതകളില്ലാത്ത ഒരു കുറ്റകൃത്യമായി ഇത് മാറും. മാത്രമല്ല, ഇത് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് രാഹുലിന് എതിരായ വാദമായി ഈ യുവതിയുടെ അഭിഭാഷകൻ ഇത് കോടതിയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയും ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ്. അതായത് ഇരയെ അപമാനിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നു സൈബർ ഇടങ്ങളിൽ എന്ന് തെളിവായി മാറുകയാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാട്സപ്പിലൂടെ അടക്കം സോഷ്യൽ മീഡിയയിലൂടെ അടക്കം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശങ്ങളും അതോടൊപ്പം ഈ ചിത്രങ്ങളും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിക്കെതിരായ ചില തെളിവുകൾ ഇന്ന് കോടതിയിൽ സീൽ ചെയ്ത കവറിൽ സമർപ്പിച്ചിട്ടുണ്ട് അഭിഭാഷകൻ മുഖേന. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒരു വശത്ത് പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഈ സൈബർ ഇടങ്ങളിലൂടെയുള്ള അധിക്ഷേപം ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആരാണ് എന്നത് സംബന്ധിച്ച കൃത്യമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞതായാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് യുവതിയുടെ പരാതി ഔദ്യോഗികമായി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, ACP ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അടിയന്തരമായി തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഭാഗമായാണ് ഈ അക്കൗണ്ടുകളുടെ അഡ്മിന്മാരെ കണ്ടെത്താനുള്ള നടപടി സൈബർ ഓപ്പറേഷൻസ് വിഭാഗം ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഈ ഇരയാക്കപ്പെട്ടവരെ ഭീഷണിപ്പെടുത്തി പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ബോധപൂർവമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും യുവതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യങ്ങൾ, അവരുടെ ഐഡന്റിറ്റി പുറത്ത് തിരിച്ചറിയുന്ന തരത്തിൽ നടത്തുന്ന ബോധപൂർവമായ ഇടപെടലുകൾ, ഇത് സംബന്ധിച്ച് കൃത്യമായി ഈ കോടതിയിൽ വാദമുഖങ്ങൾ യുവതിയുടെ അഭിഭാഷകന് ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതൊരു മ്യൂച്വൽ കൺസെന്റിൽ നടന്ന സൗഹൃദമായിരുന്നു എന്ന കാര്യം ഇതിനോടകം തന്നെ ഇരു കക്ഷികളും സമ്മതിച്ചതാണ്. പക്ഷേ അതിനുശേഷം ആ സൗഹൃദത്തിൽ ഉലച്ചിൽ സംഭവിച്ചത് ഒരു വിശ്വാസവർജ്ജനയെ തുടർന്നാണ് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് യുവതി മൊഴിയായി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാദത്തെ മറികടക്കാനുള്ള ക്രോസ് തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന് അദ്ദേഹം ഇന്നലെ നേരിട്ടെത്തി കൈമാറിയിരിക്കുന്നത്. എന്തായാലും വലിയ വാദപ്രതിവാദങ്ങൾക്ക് കോടതി സാക്ഷ്യം വഹിക്കുമെന്ന ഉറപ്പാണ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാകും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വരുന്ന ബുധനാഴ്ച പരിഗണിക്കുക. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഡാൻ കുര്യൻ നൽകിയത്. യുവതിയുടെ ബലാത്സംഗ പരാതിയിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബുധനാഴ്ച പരിഗണിക്കും. രാഹുൽ പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയെന്നാണ് സൂചന. ഇന്നലെ ഇടയ്ക്ക് മൊബൈൽ ഫോൺ ഓൺ ആയിരുന്നു. മുൻകൂർ ജാമ്യ ഹർജി നൽകാൻ ഫോണിലൂടെ അഭിഭാഷകനുമായി സംസാരിച്ചുവെന്നാണ് സൂചന. പാലക്കാട് ജില്ല വിട്ടാൽ അത് മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന് രാഹുലിന് നിയമോപദേശം ലഭിച്ചിരുന്നു. MLA-യുടെ ഔദ്യോഗിക വാഹനം താമസിക്കുന്ന ഫ്ളാറ്റിലാണ് ഉള്ളത്.
രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ച് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിന്റെ മുഖപ്രസംഗം. ചെറുപ്പക്കാർ വളരുന്നതിൽ CPIM-ന് ഭീതിയെന്നും ചവിട്ടിയരച്ച് കുലമൊടുക്കാൻ ആണ് ലക്ഷ്യം എന്നുമാണ് മുഖപ്രസംഗം. CPIM ഗൂഢാലോചനയിലെ അവസാനത്തെ കണ്ണിയാണ് രാഹുലെന്നും പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുമാണ് തലക്കെട്ട്. പിന്നാലെ മുഖപ്രസംഗം തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. മുഖപ്രസംഗം എഴുതിയവരോട് ചോദിക്കണമെന്നായിരുന്നു പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പാർട്ടി നടപടി കൂട്ടായ തീരുമാനമാണ് എന്നും VD സതീശൻ പറഞ്ഞു. ഇന്ന് എഴുതിയ മുഖപ്രസംഗത്തിന്റെ അകത്ത് പറയുന്നത് ഇത് CPM-ന്റെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നിന്നാണ്. അവരോട് പോയി എനിക്കറിയില്ല. എല്ലാവരും കൂടിയ കെ സുധാകരൻ പറയുന്നത് അദ്ദേഹം ഇത് അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറത്തേക്കൊന്നുമില്ല. വേറെ വല്ലതും ഉണ്ടോ? പാർട്ടി നിലപാടിനെതിരാണ് വീക്ഷണത്തിന്റെ ലേഖനമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിനകത്ത് രണ്ട് നിലപാടില്ല എന്ന് കെ സുധാകരൻ. ഈ സമയത്ത് കേസെടുത്തത് രാഷ്ട്രീയ പ്രേരിതമെന്നും സുധാകരൻ പറഞ്ഞു. ആ കേസിൽ നടക്കട്ടെ. ഏതായാലും കേസ് എടുത്തില്ലേ? ഈ കേസിന്റെ അന്വേഷണം പോട്ടെ. അതനുസരിച്ച് എന്താ കാര്യങ്ങൾ നടക്കുന്നത് അത് നമുക്ക് ഫേസ് ചെയ്യാം. അല്ല, അത് ബോധപൂർവമാണ് കിട്ടുന്ന ഒരു അവസരം അവർ ഉപയോഗപ്പെടുത്തുവാൻ. പക്ഷേ ഈ ഗവൺമെന്റ് നമുക്കെതിരായിട്ടുള്ള കോൺഗ്രസിനെതിരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ അപമാനിച്ചും അവർക്കെതിരായ കേസുകൾ എടുത്തും പാർട്ടിക്ക് മുമ്പ് പാർട്ടിയുടെ ഇമേജ് തകർച്ചയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. അവരുടെ കാര്യം അവർ നടത്തട്ടെ. രണ്ട് അഭിപ്രായം ഒറ്റ അഭിപ്രായവും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ധാരാളം പരാതികൾ നേരത്തെ തന്നെ KPCC-ക്കും പ്രതിപക്ഷ നേതാവിനും ലഭിച്ചിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ തന്നോടും ചർച്ച ചെയ്തതിനു ശേഷമാണ് രാഹുലിനെതിരെ നടപടിയെടുത്തത് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അല്ല, പ്രതിപക്ഷ നേതാവിനും അന്നത്തെ KPCC പ്രസിഡന്റിനും നേതാക്കൾക്കും പരാതികൾ ധാരാളം കിട്ടി. അന്ന് ആ സന്ദർഭത്തിൽ പാർട്ടി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ്. അല്ല, അങ്ങനെയല്ല. പാർട്ടി ഒറ്റക്കെട്ടായിട്ട് തന്നെ എടുത്ത നിലപാടാണ്. ഞാനന്ന് ഇന്ത്യയിലില്ലായിരുന്നു, ഞാൻ വെളിയിലായിരുന്നു. എന്നെ പോലും ഫോൺ ചെയ്ത് വിളിച്ച് സംസാരിച്ച ശേഷമാണ് ഏകകണ്ഠമായി എടുത്ത ഒരു തീരുമാനമാണ്. എല്ലാ പാർട്ടി നേതാക്കന്മാരും ഒരുപോലെ തന്നെയാണ്. പിന്നെ ഓരോ നേതാക്കന്മാരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും. അത് കോൺഗ്രസിൽ ഇപ്പോഴും ഉള്ളതാണ്. രാഹുലിനെ ആരും ന്യായീകരിക്കുന്നില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. UDF കൺവീനർ ന്യായീകരിച്ചില്ലേ എന്ന ചോദ്യത്തോടായിരുന്നു പ്രതികരണം. ആരോപണം ഉയർന്നപ്പോൾ തന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. സമാന ആരോപണം നേരിട്ട മറ്റു പാർട്ടികളുടെ നേതാക്കന്മാരോട് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നും KC വേണുഗോപാൽ ചോദിച്ചു. അദ്ദേഹത്തെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പലതവണയായിട്ട്. പാർട്ടിയുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്താൽ പാർട്ടി സ്ഥാനങ്ങളിൽ ഇപ്പൊ തൽക്കാലം അല്ല, അങ്ങനെ ആരും ന്യായീകരിക്കില്ല. കോൺഗ്രസിന്റെ ആൾ രാഹുൽ നിയമപരമായി മുന്നോട്ടു പോകട്ടെ എന്ന് ഷാഫി പറമ്പിൽ. വ്യക്തിപരമായ അടുപ്പം തീരുമാനത്തെ സ്വാധീനിക്കില്ല. രാഹുലിനെതിരായ നടപടിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഞാൻ നിങ്ങൾ ചോദിക്കാൻ എന്താ ചോദിക്കാൻ പോണെന്ന് എനിക്കറിയാം. അതിനകത്ത് സംബന്ധിച്ച് ഇന്നലെയും മിനിഞ്ഞാന്നും ഞാൻ എൻ്റെ പ്രതികരണം അറിയിച്ചതാണ്. കോൺഗ്രസ് പാർട്ടി ഇത്തരമൊരു ലീഗൽ പരാതിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അതെടുക്കേണ്ട നടപടികൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാവുന്നത് നിയമപരമായ കാര്യങ്ങളാണ്. അതിനെ തടസ്സപ്പെടുത്താനും ഞങ്ങളാരും ഇല്ല. അത് നിയമവഴിയിൽ അതിൻ്റെ കാര്യങ്ങൾ നീങ്ങട്ടെ. അതിൻ്റെ ശേഷം ബാക്കി കാര്യങ്ങൾ പറയും ചെയ്യും. എന്തെങ്കിലും പറയേണ്ടതോ ചെയ്യേണ്ടതോ ഉണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം ആലോചിച്ചിട്ട് അതിൻ്റെ ഒരു ഡയറക്ഷൻ അത് നിങ്ങളോടും ഞങ്ങളോടും ഒക്കെ സംസാരിക്കും. നിയമപരമായി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണോ വേണ്ടെന്ന് അത് അയാളല്ലേ പ്രതികരിക്കേണ്ടത്. പാർട്ടി അങ്ങനെ ഒരു തീരുമാനം പാർട്ടിയാരോട് ഒളിവിൽ കഴിയാനൊന്നും പറഞ്ഞിട്ടില്ല. അത് ഇപ്പം വ്യക്തിപരമായ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് നിയമവഴി എങ്ങനെ ചെയ്യേണ്ടത്. അത് അവർ ചെയ്തോട്ടെ. കോൺഗ്രസ് പാർട്ടി ഇനി ഫർദർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം പറഞ്ഞ ശേഷം അത് അറിയിക്കാം. താങ്ക് യു. രാഹുലിനെതിരായ പരാതി സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള CPIM നീക്കമാണിത്. പാലക്കാട് ജനതയ്ക്ക് രാഹുലിനെ കെട്ടിയേൽപ്പിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇത് CPM-ന്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പ് ഈ ഒരു ഇഷ്യൂവിന് മുമ്പോട്ട് വെച്ച് നടന്ന ശബരിമലേൻ്റെ കൊള്ള ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഇവിടുന്ന് മാറ്റി വെച്ച് വേറെ ഏതെങ്കിലും ഒരു ഡിസ്കഷൻ തുടങ്ങാൻ അവരൊരു ശ്രമം. പക്ഷേ എലക്ഷൻ വരുന്നു. 10 ദിവസം മുമ്പ് എലക്ഷൻ്റെ മുമ്പ് ഈ ഇഷ്യൂ ശരിയാണ്, ഇതിനെ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യേണ്ടത് എന്താണ്? എന്തുകൊണ്ട് 3.5 മാസം ഇയാളെ ഒരു റെഡ് കാർപ്പറ്റും
വെച്ച് അസംബ്ലിയിൽ കയറ്റിയ CPM സർക്കാർ ഇപ്പോൾ അയാളുടെ എതിരെ കേസ് ഫയൽ ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ് ഇവർ ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടം വിഷയം അതിജീർണതയുടെ വിഷയമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റേതാണ് പ്രതികരണം. കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണ്. രാഹുലിന്റെ രാജിനാടിന്റെ ആവശ്യമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ അകത്ത് ഭിന്നത രൂപപ്പെടും, ഉറപ്പല്ലേ. ഈ ജീർണത പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും സംഘർഷാത്മകമായ സാഹചര്യം കോൺഗ്രസിലുണ്ടാകും. ഏതായാലും പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ പീഡനത്തിൻ്റെയും ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം. ഞാനത് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വിട്ടതാണല്ലോ. അത്രയേ എനിക്ക് പറയാനുള്ളൂ. അത് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ അങ്ങേയറ്റത്തെ ജീർണതയാണ് പ്രകടമാകുന്നത്. കാരണം സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സജീവ പ്രവർത്തകനെ പോലെ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ഈ വിവരം അവസാനത്തെ ഒരു TV ചാനൽ അവതരിപ്പിച്ച അവസാനത്തെ ക്ലിപ്പിംഗ് കേട്ടതിന് ശേഷം പിന്നീട് ആ പെൺകുട്ടി പരാതി നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിരിക്കുന്നു എന്ന് വാർത്ത വരുന്ന നിമിഷം അപ്പോഴാണ് ഓഫീസും കൂട്ടി രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് പോയത്. കോൺഗ്രസിന്റെ മൂല്യത്തകർച്ചയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് CPI നേതാവ് EP ജയരാജൻ. രാഹുലിന്റേത് സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്ന നിലപാടാണ്. വനിതകൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ കടന്നുവരാൻ കഴിയാത്ത അവസ്ഥയാണെന്നും EP ജയരാജൻ പറഞ്ഞു. ഇത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് സർവനാശത്തിലേക്കാണ്. കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളെയൊക്കെ അംഗീകരിക്കുന്നൊരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചില്ലേ? സോണിയാഗാന്ധി നയിക്കുന്നൊരു പാർട്ടിയല്ലേ? എങ്ങനെയാണ് ഇതിന് ന്യായീകരിക്കാൻ, ഇത്തരമൊരു ഹീനകൃത്യത്തെ ന്യായീകരിക്കാൻ കോൺഗ്രസിലെ കുറേ നേതാക്കൾക്കെങ്കിലും കഴിയുന്നത്? അതാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ തകർന്ന് നശിക്കുകയാണ്. ആ നാശം അതിവേഗത്തിലുണ്ടാകും. കോൺഗ്രസ് പാർട്ടിയുടെ ഈ അഭിപ്രായമുള്ള നേതാക്കളും എല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യം, അവർക്ക് പെൺമക്കളില്ലേ, ഭാര്യമാരില്ലേ? ഈ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? കോൺഗ്രസിനെ പരിഹസിച്ച മന്ത്രി V ശിവൻകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത് AICC ആസ്ഥാനത്താണോ KPCC ആസ്ഥാനത്താണോ DCC ഓഫീസിലാണോ എന്നറിഞ്ഞാൽ മതി. രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങണം. മാന്യത ഉണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. എന്തായാലും കോൺഗ്രസിൻ്റെ KPCCയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണല്ലോ ഒളിവ് സങ്കേതങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഇത്രയും നീച പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി കോൺഗ്രസിൻ്റെ നേതാവായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസിൻ്റെ സ്ഥിതി ഇതാണ്. അതിൻ്റെ യഥാർത്ഥ മുഖമാണ് രാഹുലിലൂടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ക്രൈം സിൻഡിക്കേറ്റിന്റെ പിടിയിലെന്ന A.A. റഹീം MP. യുവ നേതാക്കളാണ് സിൻഡിക്കേറ്റിലുള്ളത്. കോൺഗ്രസിലെ സീനിയർ നേതാക്കൾക്ക് പോലും ഇവരെ ഭയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ ഒളിവിൽ സംരക്ഷിക്കുന്നതും ഇവരുടെ നേതൃത്വത്തിലാണ് എന്നും A.A. റഹീം ആരോപിച്ചു. കോൺഗ്രസ് ഒരു ക്രൈം സിൻഡിക്കേറ്റിന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു. പണം, അതോടൊപ്പം തന്നെ അമിതാധികാരം, പിന്നെ എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളും. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതെല്ലാം ചേർന്ന് വരുന്നൊരു മാഫിയ കൾച്ചർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റിന്റെ തടവറയിലാണ് കോൺഗ്രസ്. അവർ വരയ്ക്കുന്ന വരയുടെ പുറത്തുപോയി കളിക്കാൻ ഉയർന്ന നേതാക്കൾക്ക് പോലും ഇന്ന് ഭയമാണ്. അതുകൊണ്ട് ജനമിത് തിരിച്ചറിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന് അല്പമെങ്കിലും മാന്യതയുണ്ട് എങ്കിൽ, കോൺഗ്രസിന് ധാർമ്മികത എന്ന പദം അല്പമെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ കോൺഗ്രസ് ഈ നിലപാട് തിരുത്താൻ തയ്യാറാണ്. നഗ്നമായാണ് കോൺഗ്രസ് ഈ കുറ്റവാളിയെ ഇപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോലീസ് തിരയുന്ന ഈ കുറ്റവാളിക്ക് സംരക്ഷണം ഒരുക്കുന്ന കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ സംരക്ഷണം ഒരുക്കുകയാണ്. അത് അവസാനിപ്പിക്കണം. എന്തിനാണ് ഈ ഒളിച്ചുകളി? ഒരു വശത്ത് പറയുന്നത് അയാളെ സസ്പെൻഡ് ചെയ്തു എന്നാണ്. സസ്പെൻഡ് ചെയ്തു എന്ന് പറയുകയും എന്നിട്ട് അയാളെ ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ്. ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ്. ജനങ്ങളിത് കൂടുതൽ തിരിച്ചറിയും.
BJP സർക്കാരിനെ വീണ്ടും പുകഴ്ത്തി ശശി തരൂർ MP. മോദി സർക്കാരിന്റെ വികസന പദ്ധതികളിൽ മതവിവേചനം കണ്ടിട്ടില്ല. PM ശ്രീയിൽ കാവ്യവൽക്കരണം കാണുന്നില്ല. കേരള സർക്കാരിനേക്കാൾ കൂടുതൽ കേന്ദ്ര സർക്കാർ വികസനം നടപ്പിലാക്കിയിട്ടുണ്ട്. മോദി സർക്കാരിനെ കുറിച്ച് എപ്പോഴും നെഗറ്റീവ് പറഞ്ഞാൽ മതിയോ എന്നും തരൂർ ചോദിച്ചു. ഞാനൊരു ഞാൻ പാർട്ടിയുടെ വാക്താവല്ല. എനിക്ക് പാർട്ടിയുടെ പേരിൽ സംസാരിക്കാൻ ഇതിൽ അവകാശമില്ല. എന്റെ സ്വന്തം അഭിപ്രായത്തിൽ നമ്മൾ ഈ പണം എടുക്കായിരുന്നു. കാരണം നമ്മളുടെ സ്കൂളുകളെ നന്നാക്കാൻ നമ്മൾക്ക് ഈ പണത്തിന്റെ ആവശ്യമുണ്ട്. അതാണ് എന്റെ പൂർണ്ണ വിശ്വാസം. ഈ സംസ്ഥാനത്തിന് അത്ര പണമില്ല. ഇഷ്ടം പോലെ പണം വേണ്ടെന്ന് പറയാനുള്ള സ്ഥിതിയല്ല നമ്മളുടെ. അതുകൊണ്ട് നമ്മൾ ഈ സംസ്ഥാനം നന്നാക്കാൻ, നമ്മുടെ സ്കൂളുകളെ നന്നാക്കാൻ, ഈ മഴ പെയ്യുമ്പോൾ വെള്ളം ക്ലാസ് റൂമിനകത്ത് കയറ്റാനുള്ള സ്ഥിതിയെ മാറ്റാൻ നമുക്ക് പണം എടുക്കായിരുന്നു എന്ന് എന്റെ അഭിപ്രായം. കേന്ദ്രം നമ്മളുടെ അവകാശപ്രകാരം നമുക്ക് പൂർണ്ണമായി തരണം എന്നൊരു സംശയവുമില്ല. അത് ഓരോരോ കേസിലെ ഓരോരോ സ്ഥിതി എന്താണ്. ഞാൻ 1-2 തവണ നിർമ്മല സീതാരാമനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കേരള സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ MP-മാരോടൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർമ്മല സീതാരാമനെ കണ്ട് ചോദിച്ചു. അവർ പറയുന്നത് ചില കാര്യത്തിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു അക്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി ചെലവാക്കി അതിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്ത് ശേഷമേ അടുത്ത ഇൻസ്റ്റാൾമെന്റ് തരുള്ളൂ. അത് തരാൻ അവർ തയ്യാറല്ല എന്നല്ല വിഷയം. ചില കടലാസുകൾ ഈ സർക്കാർ കൊടുത്തിട്ടില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ മുനമ്പം സമരസമിതിക്കുള്ളിൽ ഭിന്നത. സമരസമിതി തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി. സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം 5 പേർ മാത്രം ചേർന്ന് എടുത്തത് എന്നാണ് വിമതചേരി ആരോപിക്കുന്നത്. നാളെ മുതൽ പുതിയ സമരപ്പന്തൽ കെട്ടി സമരം തുടങ്ങുമെന്നുമാണ് പ്രഖ്യാപനം. മുനമ്പം തീരത്ത് താമസിക്കുന്ന ഏകദേശം 250ഓളം വരുന്ന കുടുംബങ്ങൾ കുഴിപ്പള്ളി, പള്ളിപ്പുറം വില്ലേജുകളിലായി കരം അടച്ചു കഴിഞ്ഞു. പോക്കുവരവ് ചെയ്യുന്നതിനു വേണ്ടി കുഴിപ്പള്ളി വില്ലേജിൽ ഹെൽപ്പ് ഡെസ്ക് തയ്യാറാക്കും എന്ന് മന്ത്രി P. രാജീവിൽ നിന്നും ഭൂസംരക്ഷണ സമിതിക്ക് ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ ഭൂസംരക്ഷണ സമിതി കോർ കമ്മിറ്റി തീരുമാനിച്ചത്. മുനമ്പത്ത് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ നടത്തിയ സമരം അത് പിൻവലിക്കുകയാണ്. നാളെ നിരാഹാര സമരം പിൻവലിക്കുമെന്ന് ഔദ്യോഗികമായി സമരസമിതി അറിയിച്ചിട്ടുണ്ട്. 413 ദിവസമാണ് ഇന്ന് കൂടി വരുമ്പോൾ 413-ാം ദിവസമാണിന്ന്. ഈ ദിവസം വരെയും സമരമുണ്ടായിരുന്നു. സമരപന്തലിൽ പള്ളിക്കകത്ത് ഉണ്ടായിരുന്ന സമരപന്തലിൽ സ്ഥിരമായി ഈ 612ഓളം കുടുംബങ്ങളുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ഓരോ ദിവസവും അവർ നിരാഹാര സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പോന്നിരുന്നു. ഏതായാലും ആ സമരത്തിനൊടുവിൽ വിജയം കാണുന്നു എന്നതാണ് അവർ പറയുന്നത്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് നേടിയ വിധിയുടെ സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ള ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങലെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ ഉറപ്പുകൾ സർക്കാർ നൽകിയിട്ടുണ്ട്. റവന്യൂ അവകാശങ്ങൾ ഏതാണ്ട് 250ഓളം പേർക്ക് ഇതിനകം തന്നെ ഭൂമിയിലെ റവന്യൂ പണമടക്കാനടക്കം കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത്തരമൊരു സാഹചര്യം തുടർന്നുകൊണ്ട് പോകാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ. അതിന് ഹൈക്കോടതിയുടെ അടുത്ത കേസ് പരിഗണിക്കും വരെ നികുതി അടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നികുതി അടക്കുന്നത് തന്നെയും ഹൈക്കോടതി ഉത്തരവുകളുടെ തുടർന്നുള്ള നിയമ നടപടികളുടെയും എല്ലാം സാധ്യതകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എങ്കിൽ കൂടിയും നിലവിൽ സമരം പിൻവലിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അടുത്ത ദിവസം ഇതിന് ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടാകുമെന്ന് സമരസമിതിക്ക് വേണ്ടി പള്ളി സഹവികാരി കൂടി ഇവിടെ അറിയിക്കുകയുണ്ടായി. നാളെ 2:30 നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാം. നമ്മളുടെ ഈ നിരാഹാര സമരം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മന്ത്രി രാജീവും പിന്നെ ഉണ്ണികൃഷ്ണൻ MLA-യും ബാക്കിയുള്ള നേതാക്കന്മാരും എല്ലാവരും സാന്നിധ്യത്തിൽ നമ്മുടെ സമര നേതാക്കന്മാർക്ക് നാരങ്ങാനീര് നൽകി നമ്മൾ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കുകയാണ്. ഇത് നമുക്ക് താൽക്കാലികമായിട്ടുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയത്. എന്നാൽ അതേസമയം തന്നെ ഒരു വിഭാഗം പേര് വീണ്ടും സമരം അവസാനിപ്പിക്കുന്നില്ല. നാളെ പള്ളിക്ക് സമീപം സമരപ്പന്തൽ തുറക്കുകയാണ്. റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും കിട്ടുക, വഖഫിന്റെ അവകാശത്തിൽ നിന്ന് ഈ ഭൂമിയെ പൂർണ്ണമായും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരത്തിൽ ഏർപ്പെടുകയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പള്ളിക്ക് സമീപം തന്നെ സമരപ്പന്തൽ ആരംഭിച്ചിട്ടുണ്ട്. BJP-യെ അനുകൂലിക്കുന്ന, നേരത്തെയും ഈ സമര സമിതിയിൽ ഒരു ഭിന്നതയുണ്ടായിരുന്നാൽ കുറച്ചു പേർ BJP-ക്ക് ഒപ്പം നിൽക്കുകയും എല്ലാം തന്നെ പരസ്യമായിട്ട് നിൽക്കുകയും ചെയ്തു. BJP അനുകൂലിക്കുന്നവരാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോഴുള്ള ഈ സമരം അവസാനിപ്പിക്കൽ അത് നാടകമാണെന്നും അത് തങ്ങൾ സമരം തുടർന്നു കൊണ്ടുപോകുമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഒരു 4 പേര് ഈ ഭൂസമരങ്ങളുടെ എന്ന് പറഞ്ഞ ഒരു 4 പേര് ചേർന്നെടുക്കേണ്ട തീരുമാനമല്ല സമരം നിർത്താന്നുള്ളത്. ഒരു 610 കുടുംബങ്ങളുടെ തീരുമാനമാണ്, ഒരു പൊതുയോഗത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. അല്ലാതെ ഇവർക്ക് തോന്നുന്ന പോലെ എടുക്കാനുള്ള തീരുമാനമല്ല. ഞങ്ങളത് കാരണം ഭൂസമരണ സമിതി നാളെ 2 മണിക്ക്
സമരം നിർത്തുമ്പോൾ ഞങ്ങൾ ഇപ്പം നിങ്ങൾ കാണുന്നില്ല, ആ കാണുന്ന ആ പള്ളിയുടെ തൊട്ട് മുമ്പിൽ പറമ്പിൽ ഞങ്ങൾ പുതിയ ഷെഡ് കെട്ടി കാരണം ഞങ്ങളുടെ അവകാശങ്ങൾ തിരികെ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഏതായാലും അടുത്ത ദിവസം മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി സമരമനുഷ്ഠിക്കുന്നവർക്ക് അവരോട് ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് തന്നെ സമരം അവസാനിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് സർക്കാർ അവർക്കൊപ്പമുണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് നൽകിയിരിക്കുന്നു. അവരുടെ റവന്യൂ അവകാശങ്ങളിൽ തുടർന്ന് നടക്കുന്ന ഇത്തരം അതിൻ്റെ മുന്നോട്ട് പോക്കിലെല്ലാം തന്നെ സർക്കാരിന് ഒരു സഹായമുണ്ടാകുമെന്നുള്ള ഉറപ്പും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ നടപടിക്രമങ്ങൾ, നിയമ നടപടികളും മറ്റും എന്താണെന്ന് ഈ അവസരത്തിൽ വിശദീകരിക്കുമെന്നാണ് പൊതുവിലും പ്രതീക്ഷിക്കുന്നത്. എന്നാലും മുനമ്പം സമരം അവസാനിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗം സമരം അവസാനിച്ചിട്ടില്ല. തങ്ങളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിനു കൂടി നാളെ തുടക്കമിടുന്നു എന്നതാണ് പ്രത്യേകത. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഒതായി മനാഫ് വധക്കേസിൽ 1-ാം പ്രതി മാലങ്ങാടൻ ഷഫീഖിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പിഴത്തുക 2-ാം സാക്ഷി ഫാത്തിമയ്ക്ക് കൊടുക്കണമെന്നും കോടതി വിധിച്ചു. ഒരുമിച്ചുള്ള പ്രഭാത ഭക്ഷണത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള മൗനം പാലിച്ചുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിലും ഇരുവരും ഒരുമിച്ച് പോകുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഹൈക്കമാൻഡ് എന്തു പറഞ്ഞാലും അത് അനുസരിക്കുമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാന തർക്കത്തെക്കുറിച്ച് ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഇരുവരും BJP JDS സഖ്യത്തിന് എതിരെ ഒരുമിച്ച് പോകുമെന്ന വാദം ആവർത്തിച്ചു. The unity will continue. We are together. Myself and the President of the KPCC and Deputy Chief Minister Mr. DK Shivakumar and myself are single. We are you are united. You are united, and there is no differences between DK Shivakumar and myself. Today, myself and the Honorable Chief Minister, we had a breakfast meeting, and Mr. CM is also going to come for a lunch or dinner within next few days to my residence. We all have joined together. We have worked together. The party, as the entire workers of the state, have jointly supported us, and the people. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തങ്ങൾ തമ്മിൽ ഒരു തർക്കമേ ഉണ്ടായിട്ടില്ല എന്ന മട്ടിലായിരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിൻ്റെയും പ്രതികരണം. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് KC വേണുഗോപാൽ പറഞ്ഞതനുസരിച്ചാണ് ഇങ്ങനെ ഒരു പ്രഭാത ഭക്ഷണ ചർച്ച നടത്തിയതെന്നും ഇവിടെ പ്രധാനമായും കർണാടകയുടെ വികസനവും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2028 നടക്കേണ്ടതിൽ എങ്ങനെ കോൺഗ്രസിനെ വിജയിപ്പിക്കാം, വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിജയിപ്പിക്കാം, ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തതെന്നായിരുന്നു ഇരു നേതാക്കളും അവകാശപ്പെട്ടത്. ഇരു നേതാക്കളും ഒരുമിച്ച് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് നേതൃത്വം നൽകുമെന്ന് രണ്ടുപേരും അവകാശപ്പെട്ടു. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ സ്റ്റാറ്റസ് കോ നിലനിൽക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇരു നേതാക്കളും അതിസമർത്ഥമായി തന്നെ ഈ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയും അവിടെയെല്ലാം പ്രതിപക്ഷത്തിന് BJPക്കും JDSനും നേരെയും മാധ്യമങ്ങൾക്കും നേരെയും ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇരു നേതാക്കളും മാത്രമായി നടത്തിയ ഈ ചർച്ചയിൽ ഒന്നുകിൽ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നു, അത് 3 വർഷം തുടരാൻ അനുവദിക്കുക എന്നുള്ള ഒരു ധാരണയിലേക്കാണ് എന്നുള്ള ചില സൂചനകളൊക്കെ വരുന്നു. പക്ഷേ സ്ഥിരീകരണം അപ്പോഴുമില്ല. അല്ലെങ്കിൽ ഈ നേതാക്കളും തമ്മിൽ മറ്റെന്തെങ്കിലും ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു, അത് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കട്ടെ എന്ന തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇരു നേതാക്കളിലും യോജിച്ച ഒരു കാര്യമുണ്ട്, തങ്ങൾ തമ്മിലുള്ള തർക്കം പുറമേക്ക് പറയേണ്ടതില്ല എന്നുള്ള കാര്യത്തിൽ ഇരു നേതാക്കളും യോജിക്കുന്നുണ്ട്. അത് സമർത്ഥമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിലും ഏതെങ്കിലും തരത്തിൽ വിദൂരമായ ഒരു സൂചന പോലും നൽകാതെയാണ് രണ്ടുപേരുടെയും പ്രതികരണം. അങ്ങനെ ഒരു തർക്കമേ ഉണ്ടായിട്ടില്ല എന്നുള്ള മട്ടിലായിരുന്നു പ്രതികരണം. എന്തായാലും ഹൈക്കമാൻഡ് എന്തു പറഞ്ഞാലും തങ്ങൾ അനുസരിക്കുമെന്നും അത് പൂർണ്ണമായും അനുസരിക്കുമെന്ന് ഇരു നേതാക്കളും അവകാശപ്പെട്ടു. ഇനി ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് എന്താണ് പ്രതികരണം വരുന്നത് എന്നാണ് കാണേണ്ടത്. സ്വർണ്ണവെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 11,900 രൂപ, പവൻ 95,200, 18 ക്യാരറ്റ് ഗ്രാമിന് 9,845, പവൻ 78,760, വെള്ളി ഗ്രാം 183, കിലോ 1,83,000 രൂപ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jeweler. ലൈവ് 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.